ഫേസ്ബുക്കിൽ കണ്ടൊരു കുറിപ്പാണ് പങ്കുവയ്ക്കാൻ പോകുന്നത്. വിമത ചതിയിൽപ്പെട്ട് മഞ്ഞളിയച്ചൻ. മറ്റൂർ പള്ളിയിൽ കുർബാന തർക്ക പ്രശ്നത്തിൽ ധ്യാനഗുരു മഞ്ഞളിയച്ചനെ വിമതപക്ഷം ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതായി അറിയുന്നു. അച്ഛനുമായി വളരെ അടുപ്പം പുലർത്തുന്ന ഭൂരിഭാഗം വിശ്വാസികളുമായി ആയിരുന്നു കഴിഞ്ഞ ദിവസം ചർച്ചകൾ നടന്നത്. എന്നാൽ പ്രകോപിയായ അച്ഛൻ ആക്രോശിച്ചുകൊണ്ട് അവരിൽ ചിലരെ കയ്യേറ്റം ചെയ്തു. പോലീസ് കേസ് വരെ എത്തി. എന്നാൽ കേസ് എടുക്കാതെ സംസാരിച്ചു തീർക്കാൻ തയ്യാറായിരുന്ന അച്ഛനെ അതിരൂപത വിമതപക്ഷം തടഞ്ഞുകൊണ്ട് ഇതൊരു വലിയ വിഷയമാക്കി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്നറിയുന്നു. ഈ വിഷയത്തോടെ അച്ഛനെതിരെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വ്യാപക പ്രചാരണം നടക്കുകയാണ്. കുറച്ചുനാൾ മുമ്പ് നടന്ന സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ഉയർത്തി തന്നെയാണ് അച്ഛനെ വിമതപക്ഷം വരുതിയിൽ നിർത്തിയതെന്നും അറിയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന മീറ്റിംഗുകളിൽ വിശ്വാസികൾ വളരെ കുറവായിരുന്നു. മാത്രമല്ല, ഇന്നലെ നടന്ന യോഗത്തിൽ അച്ഛന്റെ വിഷയമല്ല, മറിച്ച് കുർബാന തർക്ക കാര്യങ്ങളാണ് പ്രധാനമായും സംസാരിച്ചത് എന്നതിൽ നിന്നും കാര്യങ്ങൾ വളരെയധികം വ്യക്തമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പ്രതികളായി പേരുള്ള 3 പേർ അച്ഛനെ കണ്ടിരുന്നു. അവരോട് അച്ഛൻ പറഞ്ഞത് തന്റെ കയ്യിൽ നിന്നും കാര്യങ്ങൾ പോയി, എല്ലാം അവരാണ് തീരുമാനിക്കുന്നത്, താനാകെ പെട്ടുപോയി എന്നാണ് പറഞ്ഞത്. ഇതിൽ നിന്നെല്ലാം എന്താണ് വ്യക്തമാകുന്നത്? വിവിധ മെത്രാന്മാരെ മാത്രമല്ല വിമതപക്ഷം ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത്, ഒപ്പം നിൽക്കുന്ന വൈദികരും അൽമായ നേതാക്കളെയും വരെ മഞ്ഞളിയച്ചനെ പോലെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ മടിക്കില്ല എന്നതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. സഭാതലവൻ എറണാകുളത്ത് ഇതുവരെ കുർബാന അർപ്പിക്കാത്തത് ഒരു ടെലിഫോൺ സംഭാഷണം ഉണ്ടെന്ന് കാണിച്ചാണെന്ന് ചില വിമത നേതാക്കൾ അടക്കം പറയുന്നത്. അതെല്ലാം ശരിയാണെന്ന് വിശ്വസിക്കേണ്ട ഗതികേടിലാണ് വിശ്വാസി സമൂഹം.